നമസ്കാരം. പുനലൂർ സർവകലാശാല PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ട്രയാങ്കിൾ ജോമെട്രി സീരീസ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ചെയ്തു വരുന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് കണ്ട് പോവുക. കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്, കൊച്ചറിവുകൾ പഠിച്ചങ്ങ് പോവുക. ഓക്കെ, ഫുൾ ക്ലാസ് നമ്മൾ ഈ ചാനലിൽ കവർ ചെയ്യുന്നതായിരിക്കും. ജോമെട്രി ഫുള്ളെന്ന് പറഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് അറിവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേറെ എങ്ങും തേടിപ്പോകേണ്ട ആവശ്യമല്ല, വേറെ തേടിപ്പോകണം, എല്ലാം കാണണം, എല്ലാം പഠിക്കണം. ഓക്കെ, കൂട്ടത്തിൽ ഇതും കൂടെ ചുമ്മാ ഒന്ന് ഫോളോ ചെയ്ത് പൊക്കോളുക. അപ്പോൾ നമുക്ക് പോകാം. പൈതഗോറസ് തിയറമാണ് നമ്മൾ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലത്തെ പൈതഗോറസ് തിയറം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സ്കൂളുകളിലൊക്കെ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചതാണ്. ഇത് പഠിക്കാതെ നമുക്ക് പോകാനേ പറ്റത്തില്ല. എന്നാലും നമുക്കൊന്ന് പറഞ്ഞേക്കാം. പൈതഗോറസ് തിയറം മട്ടത്രികോണത്തിലാണ് ഈ പൈതഗോറസ് തിയറം സാധ്യമാവുന്നത്. മട്ടത്രികോണത്തിൻ്റെ 90 ഡിഗ്രി, ഒരു കോൺ 90 ആയിരിക്കും. ആ 90 ഡിഗ്രിക്ക് നേരെ എതിർവശത്തെയാണ് നമ്മൾ കർണം എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ താഴെയുള്ളതിനെ പാദമെന്നും ഇതിനെ നമുക്ക് ലംബം എന്നും പറയാം. ലംബം അഥവാ ആൾട്ടിറ്റ്യൂഡ്, പാദം അഥവാ ബേസ്, കർണം എന്ന് പറഞ്ഞാൽ ഹൈപ്പോടെന്യൂസ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും നീളം കൂടിയ വശം എന്ന് പറയുന്നത് കർണമായിരിക്കും. അതായത് 90 ഡിഗ്രിക്ക് എതിരായിട്ടുള്ള ഈ വശമാണ് ഒരു മട്ടത്രികോണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നീളം കൂടിയ വശം. അപ്പം എന്താണ് പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ പാദവും ലംബവും, ലംബം പാദം, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യുമ്പം കർണത്തിൻ്റെ സ്ക്വയർ കിട്ടും എന്നുള്ളതാണ്. അതായത് ഇത് രണ്ടും ചെറിയ രണ്ട് വശങ്ങളാണ്. ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയർ ആഡ് ചെയ്യാം. അപ്പോൾ ഒരെണ്ണം പാദം, അപ്പോൾ പാദത്തിൻ്റെ സ്ക്വയറും ലംബത്തിൻ്റെ സ്ക്വയറും ചെറിയ രണ്ട് വശങ്ങളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യപ്പം നമുക്ക് ലഭിക്കും. എന്ത് ലഭിക്കും? ഏറ്റവും നീളം കൂടിയ വശമായ കർണത്തിൻ്റെ സ്ക്വയർ. ഇതാണ് പൈതഗോറസ് തിയറം. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴിക്ക് ഇങ്ങനെ പഠിച്ചു വെക്കാം. ഇത് രണ്ട് ചെറിയ വശങ്ങളാണ്, A എന്നും B എന്നും വിളിക്കുന്നത്. കർണത്തെ ഞാൻ C എന്ന് വിളിക്കുന്നു, കർണത്തെ. അപ്പോൾ ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയർ എന്ന് പറയുന്നത് വലിയ വശത്തിൻ്റെ സ്ക്വയറിന് തുല്യമാണ്. ഇതാണ് പൈതഗോറസ് തിയറം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ സ്ക്വയറോട് എടുത്ത് ആഡ് ചെയ്യപ്പം നമുക്ക് കർണത്തിൻ്റെ സ്ക്വയർ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വയ്ക്കുന്ന 1-2 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കണ്ടാലോ. ചോദ്യം ഇതാണ്: ഒരു മട്ടത്രികോണത്തിൻ്റെ പാദം 15 സെൻറ്റിമീറ്ററും കർണം 39 സെൻറ്റിമീറ്ററുമായാൽ ലംബത്തിൻ്റെ നീളം എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ ഒരു മട്ടത്രികോണത്തിൻ്റെ പാദം തന്നേക്കുന്നത് 15, ലംബം തന്നേക്കുന്നത് 39. അങ്ങനെയാണെങ്കിൽ കർണത്തിൻ്റെ നീളം കർണം തന്നേക്കുന്നത് 39. അങ്ങനെയാണെങ്കിൽ ലംബത്തിൻ്റെ നീളം എത്രയാണ്? ഇതാണ് ലംബം, അതിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദ്യം. അതിനെ നമുക്ക് വേണമെങ്കിൽ X എന്ന് വിളിക്കാം. X നമ്മൾ പഠിച്ചനുസരിച്ച് ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയർ അടുത്ത് ആഡ് ചെയ്യണം. ഇതിൻ്റെയും കൂടെ സ്ക്വയർ, അതായത് Xൻ്റെ സ്ക്വയറും 15ൻ്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്യപ്പം നമുക്ക് എന്ത് കിട്ടും? കർണമത്തിൻ്റെ സ്ക്വയർ കിട്ടും. ഇതിൻ്റെ സ്ക്വയറോട് ആഡ് ചെയ്യപ്പം കർണത്തിൻ്റെ സ്ക്വയർ കിട്ടും. മീൻസ് 39ൻ്റെ സ്ക്വയർ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് X² ഈ 15ൻ്റെ സ്ക്വയർ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ 39ൻ്റെ സ്ക്വയർ മൈനസ് 15ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് A² മൈനസ് B² വെച്ച് മാറ്റാം. അല്ലെങ്കിൽ 39ൻ്റെ സ്ക്വയറും 15ൻ്റെ സ്ക്വയറും കണ്ടുപിടിച്ച് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ A² മൈനസ് B² ഒന്ന് മാറ്റുകയും ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം. ഓക്കെ, ഞാൻ രണ്ട് രീതി ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ A² മൈനസ് B² വെച്ചൊന്ന് മാറ്റുവാണ്. അപ്പോൾ ഒരു ഇക്വേഷനും കൂടെ നമുക്കങ്ങ് പഠിച്ചുകൂടെ? അറിയാൻ വയ്യെങ്കിൽ അങ്ങ് പഠിക്കാമല്ലോ. ഇപ്പോൾ A² മൈനസ് B² എന്ന് പറഞ്ഞാൽ A മൈനസ് B ഇൻറ്റു A പ്ലസ് B എന്നാണ്. ഓക്കെ, A മൈനസ് B ഇൻറ്റു A പ്ലസ് B. അപ്പോൾ ആ ഒരു ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ A മൈനസ് B 39 മൈനസ് 15 ഇൻറ്റു A പ്ലസ് B 39 പ്ലസ് 15. അപ്പോൾ 39 നിന്ന് 15 പോട്ടെ 24 ഇൻറ്റു 39 പ്ലസ് 15 ചെയ്യട്ടെ 54 വരും അല്ലേ? 54. അപ്പോൾ 39 15 കൂടെ അടി 95 14 3 4 5. ഇനി 54 ഇൻറ്റു 24 ചെയ്താൽ ഉത്തരം 4 16 ഇഷ്ടം 1 4 20 1 21 4 2 8 2 10 6 9 2 1 1296. അത് X² ആണ്. അപ്പോൾ X എന്തുമായിരിക്കും? റൂട്ട് 1296. 1296ൻ്റെ റൂട്ട്. ഓക്കെ, നിങ്ങൾ റൂട്ട് കണ്ടെത്താൻ ഇച്ചിരി ഈസിയാണേ.
ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. അവസാനത്തെ 2 ഡിജിറ്റ് വെട്ടുക, എന്നിട്ട് 12. 12ൻ്റെ താഴെ നിൽക്കുന്ന സ്ക്വയർ നമ്പർ 3 ആണ്, 9 ആണ്. ആ 9 6 3, അപ്പോൾ 30 പറയുന്ന ഏതെങ്കിലും ആയിരിക്കും ഉത്തരം 30. അപ്പോൾ നമുക്ക് തൽക്കാലം 34ൻ്റെ ആണോ എന്ന് നോക്കാം. ഈ 34 എടുക്കാൻ തന്നെ ഒരു റീസൺ ഉണ്ട്. കാരണം 4 × 4 അടിക്കുമ്പോൾ 16 കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 4 16 6 ഇഷ്ടം 1, 4 3 12 1 13, 4 3 12 ഇഷ്ടം 1, വരുന്ന 3 9 1 10, 6 3 2 5 1 1, 1156 കിട്ടിയത് അല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി 34ൻ്റെ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിനി 36ൻ്റെ ഒന്ന് നോക്കാം. 6 6 36 3, 6 3 18 3 21, 6 3 18 8 ഇഷ്ടം 1, 3 9 1 10, 6 8 1 9 2 1, 1296 ആണ്. അപ്പോൾ 1296 1296ൻ്റെ റൂട്ട് എത്ര? 36. ഇതാണ് ഒരു വഴി. ഇനി അല്ലെങ്കിൽ നമുക്ക് 39ൻ്റെ സ്ക്വയർ അങ്ങ് എഴുതാം, -15ൻ്റെ സ്ക്വയർ എഴുതാം, തമ്മിൽ കുറയ്ക്കാം. അപ്പോൾ 1296 കിട്ടും. എക്സ് കണ്ടുപിടിക്കാം. ക്ലിയർ ആണല്ലോ? അത് ഞാൻ ചെയ്ത് കാണിക്കണോ ഇനി? വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ചെയ്ത് കാണിക്കണം അല്ലേ? ചുമ്മാ നോക്കിയേക്കാം, നമുക്ക് വേണമെങ്കിൽ അതൊന്നുകൂടെ നോക്കാം. അപ്പോൾ 39ൻ്റെ സ്ക്വയർ ഞാൻ എടുക്കുവാണ്. 39ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 39 × 39, 9 9 81 8, 9 3 27 8 35, 9 3 27 2, 3 9 10 11, 1 12 5 1, 1521. -15ൻ്റെ സ്ക്വയർ 225. 1521 225 കുറയ്ക്കണം. 6 5 11, 11 2 9, 4 2 2, 1296. അപ്പോൾ എസ് സ്ക്വയർ എന്ന് പറയുന്നത് 1296. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് √1296. 1296 എന്തിൻ്റെ റൂട്ടാണ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ്? 36ൻ്റെ. അപ്പോൾ എക്സ് ലംബത്തിൻ്റെ നീളം 36 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മട്ടത്രികോണത്തിൻ്റെ കർണമല്ലാത്ത 2 വശങ്ങൾ. ഒരു മട്ടത്രികോണത്തിൻ്റെ കർണമല്ലാത്ത 2 വശങ്ങൾ എന്ന് വെച്ചാൽ കർണമല്ലാത്ത 2 വശങ്ങൾ ഇത് 20 സെൻറ്റിമീറ്ററും 20 സെൻറ്റിമീറ്ററും 15 സെൻറ്റിമീറ്ററും ആയാൽ കർണത്തിൻ്റെ നീളം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ കർണത്തിനെ ഞാൻ ജസ്റ്റ് ഒരു എക്സ് എന്ന് ചുമ്മാ വിളിക്കുവാണ്. അപ്പോൾ നമ്മുടെ പൈതഗോറസ് തിയറം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. എന്താ പൈതഗോറസ് തിയറം? ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ കിട്ടും. അതായത് 20ൻ്റെ സ്ക്വയറും 15ൻ്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്യപ്പം നമുക്ക് കർണമായ എക്സ് എന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്, എക്സ് സ്ക്വയർ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എക്സ് അങ്ങ് സോൾവ് ചെയ്താൽ പോരെ? സംഭവം സിമ്പിളല്ലേ? 20ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ആണ്, പ്ലസ് 15ൻ്റെ സ്ക്വയർ 225, ദാറ്റ് ഈസ് ഇക്വൽ ടു എസ് സ്ക്വയർ. എന്ന് വെച്ചാൽ എസ് സ്ക്വയറിൻ്റെ വാല്യൂ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതല്ലേ. 400 225 കൂടെ ആഡ് ചെയ്യപ്പം 625. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ √625 എത്ര കിട്ടും? 25. അപ്പം ഈ കർണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് 25 സെൻറ്റിമീറ്റർ എന്ന് ലഭിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പൈതഗോറസ് തിയറം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടൽ മാത്രമായിരുന്നു. അടുത്ത ക്ലാസ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തുന്നു. കുഞ്ഞു കുഞ്ഞു വീഡിയോ സീരീസ് ആയിരിക്കും കേട്ടോ. ജോമെട്രിയുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോ സീരീസ് ആയിരിക്കും. കണ്ടു പോവുക, കംപ്ലീറ്റ് ചെയ്യും. ഇതിനകത്ത് നമ്മൾ പൂർണ്ണമാക്കിയിടും. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.